വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച എക്സലൻസി ടെസ്റ്റ് സമാപിച്ചു. 10, +1, +2 ക്ലാസുകളുടെ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായ കുട്ടികൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെസ്റ്റ് സംഘടിപ്പിച്ചത്. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ SLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എക്സലൻസി ടെസ്റ്റ് സംഘടിപ്പിച്ചത്. കേരളം, ലക്ഷദ്വീപ്, UAE എന്നിവിടങ്ങളിലെ 760 കേന്ദ്രങ്ങളിലായി 42,633 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 10, +1, +2 ക്ലാസുകളുടെ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായി കുട്ടികൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സലൻസി ടെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത്. മാതൃകാ പരീക്ഷയോടൊപ്പം കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. എക്സലൻസി ടെസ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം താനൂർ രായിരിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല മലപ്പുറം കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ KP ഫൈസൽ നിർവഹിച്ചു. ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മൈക്രോസോഫ്റ്റ് മാനേജറെ അല്ലെങ്കിൽ ഉടമയെയും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള CEO നിങ്ങൾക്ക് ആവാൻ പറ്റും. ഏത് കമ്പനിയും മുതൽ മുടക്കിയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന അതിന്റെ മാനേജ്മെന്റിലായിട്ട് വരുന്ന മാനേജറായിട്ട് അല്ലെങ്കിൽ CEO ആയിട്ട് ഓഫീസറായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എല്ലാമായിട്ട് യഥാർത്ഥത്തിൽ വരുന്നത് ഇൻഫർമേഷനുള്ള ആളുകളാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇൻഫർമറ്റൈസേഷൻ അതുപോലെ ഇന്റർനെറ്റൈസേഷൻ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് സ്വന്തമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിവരമില്ലെങ്കിൽ, നോളജ് ഇല്ലെങ്കിൽ, അതിൻ്റെ വളരെ ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് നാം ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സുറൈജി സഖാഫി അധ്യക്ഷത വഹിച്ചു. എക്സലൻസി ടെസ്റ്റിനോടനുബന്ധമായി നടന്ന കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ്സിന് വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ കോർഡിനേറ്റർ CKM റഫീഖ് നേതൃത്വം നൽകി. ഇത് സ്വപ്നത്തിന്റെ ഒരു കഥയാണ്. സ്വപ്നങ്ങൾ ഇങ്ങനെയാണ്. സ്വപ്നം സംഭവിക്കണമെങ്കിൽ അതിനൊരു പ്രിപ്പറേറ്ററി വർക്ക് ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് കുറെ ആലോചിച്ചിട്ടുണ്ടാവണം, കുറെ ചിന്തിച്ചിട്ടുണ്ടാവണം, കുറെ കണ്ടിട്ടുണ്ടാവണം. നമ്മളുടെ എന്തൊക്കെ അവയവങ്ങൾ, ആ അവയവങ്ങൾ മുഴുവൻ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ, ആലോചിച്ചെടുത്ത, ചിന്തിച്ചെടുത്തൊരു സാധനത്തിന്റെ ബാക്കിയാണ് നമ്മൾ കാണുക രാത്രി. ശരിയല്ലേ? റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾക്കൊരു കരിയർ സ്വപ്നമുണ്ടോ? കരിയർ നിങ്ങൾ എവിടെയായിരിക്കും ഇരിക്കുക ഒരു 15 വർഷത്തിന് ശേഷം? SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CRK മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറിമാരായ ഡോക്ടർ മുഹമ്മദ് നിയാസ്, P ജാബിർ എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച മുതൽ കേരളം, ലക്ഷദ്വീപ്, UAE എന്നിവിടങ്ങളിലായി 188 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകൾ എക്സലൻസി ടെസ്റ്റിന്റെ പേപ്പർ വാല്യുവേഷന് വേണ്ടി ആരംഭിക്കും. ക്യാമ്പുകളിലേക്കുള്ള അധ്യാപകരുടെ പരിശീലനം, ഉത്തരസൂചിക ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. എക്സലൻസി ടെസ്റ്റ് പരീക്ഷാഫലം ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കും.